ഹായ്. അപ്പോൾ എൻ്റെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫേസ്ബുക്കിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നും എനിക്ക് ഫസ്റ്റത്തെ ക്യാഷ് വന്നു കേട്ടോ. അങ്ങനെ കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടൊരു ബൈക്ക് എടുക്കണം. ഞാൻ ആദ്യം ബുള്ളറ്റാണ് നോക്കിയത്, പക്ഷേ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ, അതായത് ഇത് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുള്ള ലാസ്റ്റിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്ന് അങ്ങനെ ഫസ്റ്റത്തെ ക്യാഷ് കൊണ്ടാണ് ഞാൻ വണ്ടി കേട്ടോ എടുത്ത്. വണ്ടി എടുത്ത് പിറ്റേ ദിവസം തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, മോഡിഫൈ അല്ല എന്താ പറയുന്നത്, എൻ്റെ ഫ്രണ്ടിലൊരു വൈസറും ബാക്കിൽ ടോപ്പ് ബോക്സും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പ് ബോക്സ് ഫുള്ള് വണ്ടിയുടെ കളർ റെഡ് കൊടുക്കാനായിരുന്നു പ്ലാൻ, പക്ഷേ അത് കൊടുത്തന്ന് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതും കൂടെ കളർ ചെയ്യണം. പിന്നെ വൈസറും ഫ്രണ്ടിലുള്ള വൈസറും വെച്ച്, പിന്നെ സ്കൂട്ടി ആയതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, ആ ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്യുന്ന സംഭവം വെക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് അയാളൊരു പ്ലേറ്റ് പോലത്തെ സംഭവം അയാളിനെ കട്ട് ചെയ്ത് ഉണ്ടാക്കി, അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. അത് ഉണ്ടാക്കി തന്ന ആൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞങ്ങൾ ആയൂർ എന്താണ് KNK പറയുന്ന ഒരു ഷോപ്പുണ്ട്, അതായത് എന്താ പറയുന്നത്, അവിടെ നിന്നാണ് ഈ സംഭവം എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടോ. ഞാനത് വണ്ടി കൊണ്ടുപോയി അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴേ ഇവർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം, കുറച്ച് ക്ഷമ വേണം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടുവാണെങ്കിൽ അടിപൊളിയല്ലേ. അങ്ങനെ എന്നിട്ട് ആ ഏട്ടന് എന്താ പറയുന്നത്, രാവിലെ പോയിട്ട് ഞങ്ങൾ വൈകിട്ടാണ് വന്നേ. അത്രയും നേരം അവിടെ ഇരുന്ന് ചേട്ടനെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ച് ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ച് എനിക്കതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. സെറ്റൊക്കെ ചെയ്തപ്പോൾ വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറയാൻ, എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ ഞാൻ തുടങ്ങി 3 മാസം ആയപ്പോഴേ എൻ്റെ മോണിറ്റൈസേഷൻ്റെ സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ. പക്ഷേ എനിക്കത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് അങ്ങനെ അത് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്തത് അപ്ലൈ ചെയ്യാൻ വന്ന് അതിലും റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന് പോയി. അങ്ങനെ പിന്നെ 3 മാസം. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ഡൗൺ ആയി, ഇനി ശരിയാവത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാണ്ടിരുന്ന് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും ചെയ്യാൻ മടി. അങ്ങനെ പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ 1 മാസം ആയിട്ടേ ഉള്ളൂ ഞാൻ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഡോളറും കാര്യങ്ങളൊക്കെ കയറി, എൻ്റെ ആദ്യത്തെ ക്യാഷ് വന്ന്. നമുക്ക് അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും ആവാതെ 3-4 മാസത്തോളം എന്താ പറയുക, റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രശ്നം കാരണം ഒന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഇനിയൊന്നും ശരിയാവത്തില്ല, ആകെ ഡൗൺ ആയിരുന്നതായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ അങ്ങനെ എല്ലാം ശരിയായപ്പോൾ പിന്നെ ചെയ്യാൻ മടിച്ച് 2 മാസം അങ്ങനെ കളഞ്ഞു ഞാൻ. എന്നിട്ടിപ്പോഴാണ് ശരിക്കും ഇതൊക്കെ എനിക്ക് എത്രയോ മാസം മുന്നേ കിട്ടേണ്ട സംഭവമായിരുന്നു. പക്ഷെ സാരമില്ല, എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് വണ്ടി സെറ്റാക്കി കിട്ടി, അതിനൊക്കെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റിയത്, ചെറിയ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയത്. ഇതെൻ്റെ എന്താ പറയുന്ന എൻ്റെ സക്സസ്സിൻ്റെ ഫസ്റ്റ് തുടക്കം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റും. നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ക്യാഷൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഞാനാദ്യം ഷോർട്സാണ് കൂടുതലും ഇടുന്നത്, മറ്റേ ലോങ് വീഡിയോസ് ഇടുന്നത് കുറവാണ്. എനിക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് അത്ര താല്പര്യമില്ല. പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ നെയിമും അതിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റിക്കറൊക്കെ ചെയ്തുകൊണ്ട്, സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരെയും കൊണ്ടും പറ്റും. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഒത്തിരി പേരെ കളിയാക്കൽ കേട്ടിരുന്നു കേട്ടോ, ഇവൾ എന്തായി കാട്ടിക്കൂട്ടുന്നത്. നാട്ടിൽ തന്നെ, എവിടെ ഏട്ടൻ്റെ നാട്ടിൽ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എന്താണ് വിളി കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ. പക്ഷെ അവർക്കുള്ള മറുപടിയാണിത്.